അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രശസ്തി ആർജിച്ച നിയമജ്ഞൻ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം അന്തരിച്ച ഇന്ത്യയിലെ മുതിർന്ന അഭിഭാഷകനായ ഫാലി എസ് നരിമാനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ യൂണിയൻ കാർബൈഡ് കമ്പനിക്കായി ഹാജരായ അഭിഭാഷകനാണ് അദ്ദേഹം. 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം അഡീഷണൽ സോളിസിറ്റർ ജനറൽ പോസ്റ്റിൽ നിന്നും രാജിവെച്ചു. സാം ബരിയാഞ്ചി നരിമാൻ ബാനു ദമ്പതികളുടെ മകനായി റങ്കൂണിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു പിതാവ്. സിംലയിലെ ബിഷപ്പ് കോട്ടൺ സ്കൂളിലും മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 1991 മുതൽ 2010 വരെ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. ധനതത്വശാസ്ത്രവും ചരിത്രവും ഉൾപ്പെടെ വിഷയങ്ങളിൽ ബിരുദം. ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നായിരുന്നു നിയമബിരുദം കരസ്ഥമാക്കിയത്. ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. 1971 മുതൽ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വാദം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ധരായ അഭിഭാഷകരിൽ ഒരാളായിരുന്നു. ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ഇടം പിടിച്ച നിരവധി സുപ്രധാനമായ കേസുകളുടെ ഭാഗമായിരുന്നു നരിമാൻ. സുപ്രീം കോർട്ട് AOR അസോസിയേഷൻ കേസ്, ഗോളക്സ്നാഥ് കേസ്, SP ഗുപ്ത കേസ്, TMA പൈ കേസ്, ഭോപ്പാൽ വാതക ദുരന്ത കേസ് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. കൊളീജിയം സംവിധാനത്തിന് പകരമായി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിനും നിയമിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച NJACക്ക് എതിരെയായ കേസായിരുന്നു സുപ്രീം കോർട്ട് AOR അസോസിയേഷൻ കേസ്. ഈ കേസ് പ്രകാരം NJAC നിയമത്തിന്റെയും 99 വകുപ്പ് ഭേദഗതിയുടെയും ഭരണഘടനാ സാധുത കോടതി പരിശോധിച്ചിരുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ തത്വങ്ങളുടെ ലംഘനമാണ് NJAC എന്ന് കോടതി കണ്ടെത്തി. തൽഫലമായി 5 അംഗ ഭരണഘടനാ ബെഞ്ച് 99 ഭേദഗതിയും NJAC നിയമവും റദ്ദാക്കുകയും കൊളീജിയം സംവിധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ കേസ് വാദിച്ചു ജയിച്ചത് ഫാലി എസ് നരിമാൻ ആയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ 30 സംബന്ധിച്ച് ഫാലി എസ് നരിമാൻ ഹാജരായ കേസാണ് TMA പൈ കേസ്. ഇതുപ്രകാരം ആർട്ടിക്കിൾ 30 ആവശ്യങ്ങൾക്കായി മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങളെ സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലെ മറ്റൊരു സുപ്രധാനമായ കേസാണ് ഗോലക്നാഥ് കേസ്. മൗലികാവകാശങ്ങളുടെ ഭരണഘടനാ വ്യാഖ്യാനമായിരുന്നു ഈ കേസിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. 1953 പഞ്ചാബ് സെക്യൂരിറ്റി ആൻഡ് ലാൻഡ് ടെന്യൂഴ്സ് ആക്ടിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് 1965 ഹെൻറി ഗോലക്നാഥ് സമർപ്പിച്ച ഹർജിയിലാണ് കേസ് നടന്നത്. ഗുജറാത്തിലെ നർമ്മദ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ച നരിമാൻ കേസിനിടയ്ക്ക് പ്രദേശത്തെ ക്രിസ്തുമത വിശ്വാസികൾ ആക്രമിക്കപ്പെട്ടതിലും ബൈബിൾ കത്തിച്ചതിലുമൊക്കെ പ്രതിഷേധിച്ച് വക്കാലത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഭോപ്പാലിൽ വാതക ദുരന്തമുണ്ടായപ്പോൾ അന്ന് യൂണിയൻ കാർബൈഡ് എന്ന വിദേശ കമ്പനിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഹാജരായത്. കേന്ദ്ര സർക്കാരിനും ഇരകൾക്കുമെതിരെ ഹാജരായത് തെറ്റായ തീരുമാനമായെന്ന് അദ്ദേഹം തന്നെ പിന്നീട് സമ്മതിച്ചിരുന്നു. ഇന്ത്യയിലെ മനുഷ്യാവകാശ പൗരാവകാശ വിഷയങ്ങൾ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച അഭിഭാഷകനായിരുന്നു നരിമാൻ. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധിക്കെതിരെ ഉൾപ്പെടെ അദ്ദേഹം നിലപാട് എടുത്തിരുന്നു. സുപ്രീം കോടതിയുടെ നിലപാട് ഭരണഘടനയോടുള്ള തെറ്റായ സമീപനമാണെന്നും കോടതിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുമായിരുന്നു. മറ്റു പല ജുഡീഷ്യൽ കാര്യങ്ങളിലും അദ്ദേഹം വിമർശനാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു 1972 മെയ് മുതൽ 1975 ജൂൺ 25 വരെ ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്ന ഫാലി എസ് നരിമാൻ പദവി രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് വ്യാപകമായി വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ദ സ്റ്റേറ്റ് ഓഫ് നേഷൻ, ഗോഡ് സേവ് ദ ഓണറബിൾ സുപ്രീം കോടതി എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ. പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള ഫാലി നരിമാൻ 1999 മുതൽ 2005 വരെ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.